Next theorem. If the vector functions x1, x2, etc. to xn are linearly independent solution of the system, x dash is equal to p of t into x for each point in the interval alpha less than t less than beta, then each solution x is equal to phi of t of the above system can be expressed uniquely as the linear combination of x1, x2, etc. to xn, that is phi of t is equal to c1 x1 of t plus c2 x2 of t plus etc. plus cn xn of t. ഓക്കെ, ഈ ഒരു സിമിലർ തിയറം എന്ന് പറയുന്നത് നമുക്കിവിടെ n സൊല്യൂഷൻസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് n സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? x1, x2, എക്സെട്ര ടു xn എന്ന് പറയുന്നത്. നമ്മൾ y1ഉം y2ഉം രണ്ട് സൊല്യൂഷൻസ് ആയിട്ട് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കാര്യത്തിൽ നമ്മൾ സിമിലർ പ്രൂഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതേ പ്രൂഫ് വരുന്നതും തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഏകദേശം ഇതേപോലെ വരുന്ന ഒരു തിയറം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മളിത് ചെയ്തുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ഞാൻ x1, x2 എന്നൊക്കെ വായിക്കുന്നത് ഇതൊക്കെ ഒരു സൊല്യൂഷനാണ്. x1 ഇസ് ഈക്വൽ ടു മനസ്സിൽ വരണം x11 ഓഫ് ടി, x12 ഓഫ് ടി, എക്സെട്ര ടു x1n ഓഫ് ടി, ആ ഒരു ഫോമിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ധാരണ വേണം. അതായത് നമ്മൾ തൊട്ട് മുന്നേ ഇതാണോ x1 എന്ന് പറയുന്നത്, സോറി ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു എറർ സംഭവിച്ചു, എന്നും 1ഉം മാറിപ്പോയി. x11 ഓഫ് ടി, x21 ഓഫ് ടി, എക്സെട്ര ടു xn1 ഓഫ് ടി. അതേമാതിരിയാണ് x1 എന്ന് പറയുന്നത്, x2 എന്ന് പറയുന്നത് ഇതായിരിക്കും, xn എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പം ഇത് മനസ്സിൽ ധാരണ വേണം. നമ്മൾ എഴുതുമ്പോഴും എന്ത് വേണം, അതായത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ബോൾഡ് ചെയ്തിട്ട് തന്നെ എഴുതണം. കാരണം നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ, അതായത് നമുക്ക് എന്താ തിയറത്തിൻ്റെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി നോക്കാം. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇൻറ്റു എക്സ് എന്ന് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് ടി ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഫോമുല അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമ്മളോട് മനസ്സിലാവണം ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ മെട്രിക്സ് ഫോമാണ് ഇത് തന്നിരിക്കുന്നത്. അതുമാതിരി തന്നെ ഇതെന്ന് പറയുന്നത് ഹോമോജീനിയസ് സിസ്റ്റത്തിന് എക്സാമ്പിളും, അതായത് ഹോമോജീനിയസ് ആയിട്ടുള്ളതാണ്. കാരണം ഇവിടെ ജി ഓഫ് ടീൻ്റെ ടേം എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലേക്ക് വരണം. അതിൻ്റെ n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ആണ് തന്നിരിക്കുന്നത്, x1, x2, എക്സെട്ര ടു xn. അത് ശ്രദ്ധിക്കണം, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏത് ഒരു ഗിവൺ ഇന്റർവെല്ലിലാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് നമ്മുടെ ഗിവൺ ഇന്റർവെല്? ആൽഫ ലെസ് ദാൻ ടി ലെസ് ദാൻ ബീറ്റ ആണെങ്കിൽ ദെൻ ഈച്ച് സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ടി ഓഫ് ദ എബവ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ടി എന്ന് പറയുന്ന ഏതൊരു സൊല്യൂഷൻ ആയിട്ടുള്ള ആ ഗിവൺ സിസ്റ്റത്തിന്റെ ഏതൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും അതെന്ന് പറയുന്നത് യുണീക്ലി റെപ്രസെൻറ്റഡ് ആസ് ദ ലിനിയർ കോമ്പിനേഷൻ ഓഫ് ദി സൊല്യൂഷൻസ് x1, x2, എക്സെട്ര ടു xn ആക്കാം. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ, അതായത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് ടി ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ ആർബിട്രറി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ചൂസ് ചെയ്തു. അതിന് ആർബിട്രറി ആയിട്ട് ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷനെ മൊത്തത്തിൽ x1, x2, എക്സെട്ര ടു xn എന്ന് പറയുന്ന ആ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മുടെ തിയറം പറയുന്നത്. ഇനി നമുക്ക് അതെങ്ങനെ അപ്രൂവ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പറയുന്നത് സിൻസ് ദ വെക്റ്റർ ഫങ്ഷൻസ് x1, x2, etc. to xn are the solutions of the system, x dash is equal to p of t x എന്ന് പറയുന്നത്. ഓക്കെ, അതായത് x1, x2 എന്ന് പറയുന്നത് ഈ ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ എന്താണ് സൊല്യൂഷൻസ് ആണ് അല്ലേ? നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, അതും മനസ്സിലൊരു ധാരണ വേണം. അപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് ടി ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻസ് ആണ് x1, x2, എക്സെട്ര ടു xn. നമ്മൾ തൊട്ട് മുന്നേ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പഠിച്ചിരുന്നു അല്ലേ? x1ഉം x2ഉം സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നതും ഇസ് ആൾസോ എ സൊല്യൂഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ x1, x2, എക്സെട്ര ടു xn എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് c1 x1 പ്ലസ് c2 x2 പ്ലസ് എക്സെട്ര പ്ലസ് cn xn എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? ഈ ഒരു സിസ്റ്റത്തിൻ്റെ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് ടി ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എന്ന് പറയുന്നത് ഫോർ എനി വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റന്റ് c1, c2, എക്സെട്ര ടു c എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും വാല്യൂസ് ഓഫ് c1, c2 ആണെന്ന്. ഓക്കെ, ഇനി നമുക്ക് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗിവൺ കണ്ടീഷൻ
ഉപയോഗിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ചൂസ് ചെയ്ത് കാണിക്കേണ്ടത് നമ്മൾ ഈ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് ടി എക്സ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ആർബിട്രറി സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണ്. ആ ആർബിട്രറി സൊല്യൂഷനെ നമുക്ക് എന്താക്കി മാറ്റാൻ വരും? ഒരു ആർബിട്രറി സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ആർബിട്രറി സൊല്യൂഷനെ ഈ x1ൻ്റെ x2ൻ്റെ എക്സെട്ര അപ് ടു xnൻ്റെ ലിനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഷോ ചെയ്ത് കാണിക്കുകയാണ് പോവുക. അങ്ങനെ ഷോ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ദെൻ വി ആർ ഡൺ. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ടി ബി എൻ ആർബിട്രറി സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് ടി ഇൻറ്റു എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി മസ്റ്റ് ഷോ ദാറ്റ് ഫൈ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലിനിയർ കോമ്പിനേഷൻ C1 x1 പ്ലസ് C2 x2 പ്ലസ് എക്സെട്ര പ്ലസ് Cn xn എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആർബിട്രറി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലീനിയർ കോമ്പിനേഷനിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ബിലോങ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഫോർ സം ചോയ്സ് ഓഫ് ദ കോൺസ്റ്റന്റ് C1 C2 എക്സെട്ര അപ് ടു Cn phi of t can be represented as that is phi of t is equal to C1 x1 of t plus C2 x2 of t plus etc plus Cn xn of t where alpha less than t less than beta എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു നമ്മുടെ ഇന്റർവെൽ ഗിവൺ ഇന്റർവെൽ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിർത്തി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗിവൺ ഇന്റർവെൽ ഏതായിരുന്നു? ആൽഫ ലെസ് ദാൻ ടി ലെസ് ദാൻ ബീറ്റ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഗിവൺ ഇന്റർവെൽ. ഈ ഗിവൺ ഇന്റർവെല്ലിൽ നിന്ന് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്യാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റ് ടി is equal to T0 എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ കണ്ടീഷനാണ് സീറ്റ ഈക്വൽ. ഇനി നമ്മൾ എന്താ ചെയ്യാണ്? ലെറ്റ് സീറ്റ ഈക്വൽ ടു എന്താ പറയുക ഫൈ ഓഫ് T0 എന്നും നമ്മൾ എന്ത് ചെയ്യാണ്? അസ്യൂം ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്റർവെൽ എന്ന് പറയുന്ന ആൽഫ ലെസ് ദാൻ ടി ലെസ് ദാൻ ബീറ്റയാണ്. അതിലൊരു പോയിന്റ് ആർബിട്രറി ആയിട്ടുള്ള ഒരു പോയിന്റ് T0 നമ്മൾ ചൂസ് ചെയ്യണു. അതേമാതിരി തന്നെ സീറ്റ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് T0 എന്ന് പറഞ്ഞത് ഡിഫൈൻ ചെയ്തിട്ട് അവിടെ വെക്കുകയാണ്. ഇനി നമ്മൾ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിട്ട് ചൂസ് ചെയ്യാണ്. നമ്മുടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിട്ട് ചൂസ് ചെയ്യുന്നത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് ടി എക്സ് വിത്ത് ദ ഇനീഷ്യൽ കണ്ടീഷൻ എക്സ് ഓഫ് T0 is equal to സീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? അതായത് നമ്മൾ ചൂസ് ചെയ്ത ഇനീഷ്യൽ പോയിന്റ് ഉണ്ടായിരുന്നല്ലോ T0 എന്ന് പറയുന്നത്. ആ T0നെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഇനീഷ്യൽ കണ്ടീഷൻ പറയാണ്. അപ്പോൾ എക്സ് ഓഫ് T0 is equal to സീറ്റ എന്ന് പറയുന്നതാണ്. ഈ സീറ്റ is equal to നമ്മളിവിടെ എന്താ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഫൈ അറ്റ് T0 എന്ന് പറയുന്നത് അല്ലേ? അതായിരുന്നു സീറ്റ is equal to ഫൈ ഓഫ് T0 എന്ന് പറയുന്നത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നതാണ് obviously phi is a solution of the above initial value problem. നമ്മൾ ഈ phi എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ ആണ്. കാരണം നമ്മൾ എന്താ എടുത്തത്? phi എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് എടുത്തു. ഇനി നമ്മൾ എന്താ കാണിക്കാൻ പോകുന്നത്? ആ phi എന്ന് പറയുന്നത് നമ്മുടെ x1 x2ന്റെ എക്സെട്ര അപ് ടു xnന്റെ ലീനിയർ കോമ്പിനേഷനിൽ ഉണ്ട് എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ചോയ്സ് ഓഫ് C1 C2 എക്സെട്ര അപ് ടു Cn നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ phi of t is equal to C1 x1 plus C2 x2 plus etc plus Cn xn എന്ന് എഴുതാൻ പറ്റും എന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ്? now we wish to determine whether there is any solution of the form x is equal to C1 x1 plus C2 x2 plus etc plus Cn xn that also satisfy the initial condition x of T0 is equal to theta എന്നാണ്. അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതേമാതിരി വേറൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് കാണിക്കാൻ പോകുന്നത്. എന്താണ്? അതായത് എക്സ് is equal. ഇപ്പം നമ്മൾ ഒരു സൊല്യൂഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞു? ഫൈ ഒരു സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ വേറൊരു സൊല്യൂഷൻ എക്സ് എന്ന് പറയുന്നത് എടുക്കുകയാണ്. ആ എക്സിന്റെ ഫോം എന്ന് പറയുന്നത് ഏതാണ്? C1 x1 plus C2 x2 plus etc plus Cn xn ആണ്. അത് ഇനീഷ്യൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ വേറൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറം പ്രകാരം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന് യൂണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇനി വേറൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ എടുത്ത ഈ എക്സ് ഈക്വൽ ടു എഴുതിയ എക്സ് ഈക്വൽ ടു C1 x1 ഉം C2 x2 etc up to Cn xn എന്ന് പറയുന്നതും നമ്മൾ ആദ്യം എടുത്ത phi എന്ന് പറയുന്നതും ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ phi is equal to C1 x1 plus C2 x2 plus etc plus Cn xn എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാം എന്നാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രൂഫ് ഇനി മുന്നോട്ടുള്ള സ്റ്റെപ്സ് ഞാൻ ഒന്നിച്ചങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇനി നമുക്ക് അതായത് നോക്കാം. അപ്പം നമ്മളിപ്പോൾ എടുത്തതാണ്, നമ്മളിപ്പോൾ അവിടെ വേറൊരു സൊല്യൂഷൻ ഉണ്ട്, അതിൻ്റെ ഫോം ഈ ഒരു ഫോമിലാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അതായത്
അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെന്റൻസിന് തന്നെ നമ്മൾ ഒന്നുകൂടി പറയുകയാണ് there exists the value c1 c2 etc up to cn such that c1 x1 of t naught plus c2 x2 of t naught plus etc plus cn xn of t naught is equal to c എന്ന് പറഞ്ഞു. ഇതെന്താ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് നമ്മൾ വേറൊരു സൊല്യൂഷൻ ഉണ്ട് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു സൊല്യൂഷൻ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എക്സ് ഓഫ് ടി നോട്ട് is equal to സീറ്റ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താണ് അറ്റ് ദ പോയിന്റിൽ നമ്മളത് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ എക്സ് ഓഫ് അതാണ്ടോ ഇവിടെ ഒരു ടി നോട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് c1 x1 ഓഫ് ടി നോട്ട് അങ്ങനെ എല്ലാതും വരും, അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് എന്താന്ന് പറയാം, ഈ എക്സ് ടി, അപ്പോൾ ഇത് ഇത്രയും കണ്ടീഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെയാവും വരിക എക്സ് ഓഫ് ടി നോട്ട് എന്ന് വരിക. ഈ എക്സ് ഓഫ് ടി നോട്ട് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് അറിയാം, സീറ്റ ആണെന്ന് അറിയാം. സോ നമ്മൾ അതിനെ സീറ്റ എന്ന് എഴുതുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ഡയറക്റ്റ്ലി ഈ ഒരു ഇക്വേഷൻ എത്തിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഈ കയ്യിലുള്ള ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് മെട്രിക്സ് ഇക്വേഷൻ അല്ലേ. അതായത് ഈ x1 ഓഫ് ടി നോട്ടിനെ നമുക്ക് x11 ടി നോട്ട്, അതുമാതിരി x21 ടി നോട്ട് എക്സെട്ര ടു xn1 ടി നോട്ട് എന്ന് എഴുതിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ c1 ഇൻറ്റു ആ ഇക്വേഷൻ ഇവിടെ ആ മെട്രിക്സ് ഫോമിൽ, ഇതിൻ്റെ മെട്രിക്സ് എന്തായിരുന്നു, x11 ടി നോട്ട്, അതുമാതിരി തന്നെ x21 ടി നോട്ട് എക്സെട്ര ടു xn1 ടി നോട്ട് എന്നുണ്ടായിരിക്കും. അതേമാതിരി പ്ലസ് c2 ഇൻറ്റു അടുത്ത ആ മെട്രിക്സ് എഴുതാം, പ്ലസ് എക്സെട്ര പ്ലസ് cn എന്ന് പറയും ഇത് എഴുതാം. ഈ സീറ്റയ്ക്ക് പകരം നമുക്ക് ഇങ്ങനെ വയ്ക്കുക എൻറോ, അതായത് ഒരു കോളം വെക്ടറായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, c1 c2 എക്സെട്ര ടു cn എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാം, ആ ഒരു എന്താ പറയുക ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ നമുക്കൊരു സിസ്റ്റം കിട്ടും. ആ സിസ്റ്റത്തിൻ്റെ ഫോമാണ് ഈ ഒരു ഫോമിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഈ കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു n ലീനിയർ ഇക്വേഷൻ ഇൻ n അൺനോൺസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഏതാണ് ഇവിടുത്തെ അൺനോൺസ് ഉള്ളത്, c1 c2 എക്സെട്ര ടു cn എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ കിട്ടിയത്, നമ്മൾ ആ ഒരു കണ്ടീഷൻ എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് എ സിസ്റ്റം ഓഫ് n ഇക്വേഷൻസ് കിട്ടി. ആ സിസ്റ്റം ഓഫ് n ഇക്വേഷൻസ് വിത്ത് n അൺനോൺസ്, ഇവിടുത്തെ അൺനോൺസ് c1 c2 എക്സെട്ര ടു cn ആയിരുന്നു അല്ലേ. ഇനി നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ പഠിച്ച കാര്യങ്ങളാണ് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറ്, ആ സിസ്റ്റത്തിൻ്റെ കോയിഫിഷ്യൻ മെട്രിക്സ് എടുത്ത് എഴുതും. കോയിഫിഷ്യൻ മെട്രിക്സ് ഇവിടുത്തെ അൺനോൺസ് ഏതാണ്, c1 c2 എക്സെട്ര അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോയിഫിഷ്യൻ്റിനെ എടുത്തിട്ട് നമ്മൾ കോയിഫിഷ്യൻ മെട്രിക്സ് എഴുതും. ആ കോയിഫിഷ്യൻ മെട്രിക്സിന് ഫുൾ റാങ്ക് ആണെങ്കിൽ, ഫുൾ റാങ്ക് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യുണീക്ക് സൊല്യൂഷൻ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഫുൾ റാങ്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ നോക്കാറ്, ഡിറ്റർമിനൻറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഫുൾ റാങ്ക് ആണെന്ന് പറയാൻ പറ്റും. അതായത് ആ കോയിഫിഷ്യൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ കോയിഫിഷ്യൻ മെട്രിക്സിന് ഫുൾ റാങ്ക് ആയിരിക്കും. അങ്ങനെ കോയിഫിഷ്യൻ മെട്രിക്സിന് ഫുൾ റാങ്ക് ആണെങ്കിൽ നമ്മൾ എന്താ പറയാറ്, ആ സിസ്റ്റത്തിന് ഒരു യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാറുണ്ട് എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ കോയിഫിഷ്യൻ മെട്രിക്സ് എടുത്ത് എഴുതാം. ഇതിൻ്റെ കോയിഫിഷ്യൻ മെട്രിക്സ് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് എന്താ വരിക ചോദിച്ചു കഴിഞ്ഞാൽ x11 ഓഫ് ടി നോട്ട് x12, അതായത് ഈ ഞാൻ ഇവിടെ വരഞ്ഞ് കാണിച്ചത്, ഇത് പറയാൻ കുറേ ഉണ്ട് അതുകൊണ്ടാണ് പറയാത്തത്. ഇതെന്ന് പറയുന്നതായിരിക്കും ആ കോയിഫിഷ്യൻ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം. c1 ഒന്നും ഉണ്ടാവില്ലേ. ഇനി ഇതാണ്ടോ c2ൻ്റെ വരുന്നത്, ഇതായിരിക്കും കോയിഫിഷ്യൻ മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളം. ഇതെന്ന് പറയുന്നതായിരിക്കും കോയിഫിഷ്യൻ മെട്രിക്സിൻ്റെ ഏറ്റവും ഫൈനലി കോളം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ തൊട്ട് മുന്നത്തെ ബ്രോൺസ്കിൻ്റെ ഡെഫിനിഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ആ കിട്ടുന്ന കോയിഫിഷ്യൻ മെട്രിക്സ്, ഈ സിസ്റ്റത്തിൻ്റെ കോയിഫിഷ്യൻ മെട്രിക്സ് എടുത്ത് എഴുതിയപ്പോൾ നമുക്ക് എന്ന് പറയുന്നത് അത് ഒരു മെട്രിക്സ് കിട്ടി. ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ കോയിഫിഷ്യൻ മെട്രിക്സ് ഇപ്പോൾ ഞാൻ വരഞ്ഞു കാണിച്ചു, ആ കോയിഫിഷ്യൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോൺസ്കിയൻ വിച്ച് ഈസ് ഇവാലുവേറ്റഡ് അറ്റ് ദ പോയിന്റ് ടി നോട്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇതൊന്ന് കോയിഫിഷ്യൻ മെട്രിക്സ് എടുത്ത് എഴുതി. ആ കോയിഫിഷ്യൻ മെട്രിക്സ് എടുത്ത് എഴുതി അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുകയാണ്. അപ്പോൾ ആ കോയിഫിഷ്യൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബ്രോൺസ്കിയൻ ഓഫ് ആ സൊല്യൂഷൻ x1 x2 എക്സെട്ര ടു xn വിച്ച് ഈസ് ഇവാലുവേറ്റഡ് അറ്റ് ദ പോയിന്റ് t ഈസ് ഈക്വൽ ടു ടി നോട്ട് എന്ന് പറയും അല്ലേ. അതായത് നമുക്ക് ഇവിടെ ഏത് പോയിന്റിലാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്, ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. അപ്പോൾ അത് കിട്ടാം. ഓക്കെ, ഡൗട്ട് ഉള്ളവർ ആ ബ്രോൺസ്കിയനിൻ്റെ ഡെഫിനിഷൻ തൊട്ട് മുകളിൽ കേട്ടോ നമ്മുടെ സിസ്റ്റത്തിന് പഠിച്ച ബ്രോൺസ്കിയൻ്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇനി നമുക്കപ്പോൾ അതെന്താണെന്ന് കിട്ടി, ആ കോയിഫിഷ്യൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിലാണ് നമുക്ക് എന്താ പറയുക
കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിലാണ് നമുക്ക് യൂണിക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റുക അല്ലേ. അതായത് വ്രോൺസ്കിയൻ അതിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈസ് ഈക്വൽ ടു 0 വരുമ്പോഴാണ് ആ കോഎഫിഷ്യന്റ് മെട്രിക്സിന് ഫുൾ റാങ്ക് വരുള്ളൂ. അതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നമുക്ക് വ്രോൺസ്കിയൻ ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ x1ഉം x2ഉം എക്സെട്ര അപ് ടു xn എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചൊരു കാര്യമാണ് y1ഉം y2ഉം ടു ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ വ്രോൺസ്കിയൻ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആവണമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതുമാതിരി തന്നെ y1 y2 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ വ്രോൺസ്കിയൻ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ y1 y2 ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആയിരിക്കുന്നു. അതുമാതിരി തന്നെ y1 y2 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആയിരിക്കും എന്നൊക്കെ നമ്മൾ സെക്കൻഡ് ഓർഡറിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേമാതിരി തന്നെ അതേ തിയറം ഇവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ x1 x2 എക്സെട്ര അപ് ടു xn എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെ x1 x2 എക്സെട്ര അപ് ടു xn എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്, ഈ വ്രോൺസ്കിയൻ എന്ന് പറയുന്നത് അറ്റ് ദ പോയിന്റ് t നോട്ട് എന്ന് പറയുന്നത് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇത് നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. വ്രോൺസ്കിയൻ നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമുക്ക് ആ കോഎഫിഷ്യന്റ് മെട്രിക്സിന് ഫുൾ റാങ്ക് ആണ്. അതുകൊണ്ട് നമുക്ക് എന്തേ പറയാൻ പറ്റും, ഈ സിസ്റ്റത്തിന്, ഏത് സിസ്റ്റത്തിന് നമ്മളിവിടെ മുകളിൽ പറഞ്ഞു വെച്ചാൽ ഇതേണ്ടോ, ഈ ഒരു സിസ്റ്റത്തിന് എന്തായിരിക്കും, യുണീക്ക് സൊല്യൂഷനെയാണ് ഉണ്ടായിരിക്കുള്ളൂ. ഈ ഒരു സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷനാണ് ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ദെയർഫോർ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ സിസ്റ്റത്തിന് എന്ന് പറയുന്നത് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാം, ഹെൻസ് ദർ എക്സിസ്റ്റ് കോൺസ്റ്റന്റ് c1 c2 എക്സെട്ര ടു cn സച്ച് ദാറ്റ് x is equal to c1 x1 plus c2 x2 of t is the solution of the initial value problem എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഒറ്റ അതായത് യുണീക്ക് സൊല്യൂഷനേ ഉള്ളൂ. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് x is equal to c1 x1 2. ഓക്കെ, ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, ആ സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷനേ ഉള്ളൂ എന്ന് കിട്ടി. അതായത് നമ്മൾ ആ ഇക്വേഷൻ സിസ്റ്റം 2 എഴുതിയതിന് യുണീക്ക് സൊല്യൂഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ കോൺസ്റ്റൻസ് c1 c2 സച്ച് ദാറ്റ് x is equal to c1 x1 plus c2 x2 plus etc to cn xn എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആണെന്ന് നമുക്ക് കിട്ടി, നമ്മളെടുത്ത സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എന്തേ കിട്ടിയത്, ഫൈ എന്ന് പറയുന്ന നമ്മൾ ആദ്യം ഒരു ആർബിട്രറി ആയിട്ടുള്ള സൊല്യൂഷൻ എടുത്തായിരുന്നു അല്ലേ. ഫൈ എന്ന് പറഞ്ഞ ഒരു ആർബിട്രറി സൊല്യൂഷനും കിട്ടി. അതുമാതിരി x is equal to ഈ c1 x1 plus c2 x2 plus etc നമ്മൾ cn xn എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷൻ, ആ ഒരു സൊല്യൂഷൻ കിട്ടി. ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. ഏതിന്, ആ ഒരു ഗിവൺ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് രണ്ട് സൊല്യൂഷൻസ് കിട്ടി. അതായത് ഫൈ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനും എക്സ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനും ഉണ്ടെന്ന് കിട്ടി. പക്ഷെ നമുക്ക് ഇവിടെ എന്താ പറയുക, എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ ഈ സൊല്യൂഷൻ അതായത് ഈ തന്നിരിക്കുന്ന എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം പ്രകാരം നമുക്ക് ആകെ ഇവിടെ ഒരു യുണീക്ക് സൊല്യൂഷനേ വരാൻ പാടുള്ളൂ അല്ലേ. അതായത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടല്ലേ, അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഈ ഒരു കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാൻ. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കൺഫ്യൂഷൻ ആവണ്ട, നമ്മളിവിടെ x is equal to phi of t എന്ന് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതൊരു സൊല്യൂഷൻ ആണെന്ന് കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത സൊല്യൂഷൻ നമ്മൾ ഏതാ എടുത്തിരുന്നത്, x is equal to c1 x1 plus c2 x2 plus cn xn എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനും ഉണ്ടായിരുന്നു. പക്ഷേ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം പ്രകാരം നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, ആ ഒരു തന്ന ഡിഫറൻഷ്യൽ സിസ്റ്റത്തിന് ഒരു യുണീക്ക് സൊല്യൂഷനെ വരാനും പാടുള്ളൂ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തേ ആയേ പറ്റുള്ളൂ, ആ എന്താ പറയുക ഫൈ എന്ന് പറയുന്നത് x is equal to ഫൈയും x is equal to c1 x1 plus c2 x2 plus etc plus cn xn എന്തേ ആയേ പറ്റുള്ളൂ, ഈക്വൽ ആയേ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഫൈ ഓഫ് ടി is equal to c1 x1 of t plus c2 x2 of t plus etc plus cn xn of t എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, പ്രൂവ് ചെയ്യാനും പറഞ്ഞിരുന്നത്. ഓക്കെ, അത്രയാണ് നമ്മൾക്ക് ആ ഒരു തിയറത്തിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് റിമാർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് വെച്ചാൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് ടി എക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഹോമോജീനിയസ് ആണ് അല്ലേ. ഹോമോജീനിയസ് ആണ്, എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. അതിൻ്റെ n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ആണ് x1 x2 എക്സെട്ര ടു xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നതും നമുക്ക് എന്തിൻ്റെ ആയിരിക്കും, ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ആ
സൊല്യൂഷനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്നപ്പോൾ തൊട്ട് തിയറത്തിൽ പറഞ്ഞത് ഫൈ ഇസ് ഈക്വൽ ടു C1x1 പ്ലസ് C2x2 പ്ലസ് എക്സെട്ര പ്ലസ് CnXn എന്നാക്കിയിട്ട് എഴുതാം എന്നാണ് നമ്മൾ പഠിച്ചത്. ദെർഫോർ നമുക്ക് ഫൈ ഓഫ് ടി, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താണ്? ഫൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു C1x1 ഓഫ് ടി പ്ലസ് C2x2 ഓഫ് ടി പ്ലസ് എക്സെട്ര പ്ലസ് CnXn ഓഫ് ടി എന്ന് പറയുന്നത് വിത്ത് n ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം x ഡാഷ് ഇസ് ഈക്വൽ ടു P ഓഫ് ടി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ x ഡാഷ് ഇസ് ഈക്വൽ ടു P ഓഫ് ടി ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ ജനറൽ സൊല്യൂഷനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഫൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു C1x1 of t plus C2x2 of t plus etc plus CnXn of t എന്നത്. ഓക്കെ, അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് റൈറ്റ് ദ ജനറൽ സൊല്യൂഷൻ ഫോർ ദ സിസ്റ്റം എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു P ഓഫ് ടി ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം ദ ജനറൽ സൊല്യൂഷൻ ഫോർ ദ സിസ്റ്റം എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു P ഓഫ് ടി എക്സ് ഈസ് ഫൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു C1x1 of t plus C2x2 of t plus etc plus CnXn of t. അത്ര എഴുതിയാൽ മതിയോ? പോരാ. വേർ x1 x2 etc to xn be the n linearly independent solutions of the given system and c1 c2 etc to cn be the arbitrary constants എന്ന് കൂടി എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് എന്താകും അറിയാ ജനറൽ സൊല്യൂഷൻ്റെ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവുക. ഓക്കെ, ഇനി നമ്മളോട് പറയുന്നതാണ് എനി സെറ്റ് ഓഫ് സൊല്യൂഷൻ x1 x2 etc to xn of the system x dash is equal to P of t into x which is linearly independent for each point in the interval alpha less than t less than beta is said to be the fundamental set of solution for that interval എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് x dash is equal to P of t into x എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ n linearly independent solution ആണ് x1 x2 etc up to xn. എവിടെ? ഒരു ഗിവൺ ഇൻ്റർവെല്ലിൽ ആൽഫ ലെസ് ദാൻ ടി ലെസ് ദാൻ ബീറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ x1 x2 etc up to xn എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഇൻ ദ ഗിവൺ ഇന്റർവെൽ. അവ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫോം ചെയ്യും എവിടെ? ഇൻ ദ ഗിവൺ ഇന്റർവെൽ. ആ ഗിവൺ ഇന്റർവെല്ലിൽ ഒരു ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഫോം ചെയ്യും എന്നാണ് നമുക്ക് പറയാൻ. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ റിമാർക്ക് ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പഠിക്കാൻ ഇവിടെ ഇല്ല. ഓക്കെ.